ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നടന്ന റാലി അതിൻ്റെ ചരിത്രത്തിലെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് സിംഗിൾ ഡേ റാലി ആയിരുന്നു. ഇപ്പോൾ 2025 ഏപ്രിൽ മുതൽ കഴിഞ്ഞ 9 മാസങ്ങളോളം മാർക്കറ്റ് കാത്തിരുന്ന ഇന്ത്യ-US ട്രേഡ് ഡീൽ അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ പ്രതീതി സൃഷ്ടിച്ചതിൻ്റെ ഒരു റെസ്പോൺസാണ് നമ്മൾ മാർക്കറ്റ് യഥാർത്ഥത്തിൽ കണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അതൊരു റെക്കോർഡ് ബ്രേക്കിംഗ് ഓപ്പണിംഗ് ആണ്. കാരണം ഇതിനു മുമ്പ് ഈ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായത് 2009 മെയ് 18 അപ്പോൾ ആ 2009 മെയ് 18 അത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് കാരണമായത് UPA ഗവൺമെന്റിന്റെ രണ്ടാം വരവാണ്. അതിൽ ലെഫ്റ്റ് പാർട്ടീസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള മൃഗീയമായ ഭൂരിപക്ഷത്തോടെ UPA വന്നതിന്റെ ഒരു ആഘോഷമായിരുന്നു മാർക്കറ്റിലുണ്ടായത്. ഏകദേശം 17% ഓപ്പണിംഗ്, അതാണ് ഇന്ത്യൻ മാർക്കറ്റിലെ ഇതുവരെയുള്ള റെക്കോർഡ്. അപ്പോൾ അതിനുശേഷം എൻ്റെ തൊട്ട് താഴെ കാണുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ അതൊരു 4.86% ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് റെക്കോർഡാണ്. കാരണം 1219 പോയിന്റിൻ്റെ ഒരു റാലിയാണ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഇന്ത്യ-US ട്രേഡിൽ എത്രമാത്രം മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ള 639 പോയിന്റിൻ്റെ ഈ ഒരു റാലിക്ക് കാരണമായിട്ടുള്ളത് FIAs അവരുടെ ഷോർട്ട് പൊസിഷൻ കവർ ചെയ്യാൻ വേണ്ടി നടത്തിയ ബൈങ് ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം 5236 കോടിയുടെ ഒരു ബൈങ് ആണ് FIAs നടത്തിയത്. അത് ഈ അടുത്ത കാലത്തെ FIAസിൻ്റെ ഏറ്റവും വലിയൊരു നെറ്റ് ബൈങ് ആണ്. ഇപ്പോൾ നമുക്കറിയാം FIAs വലിയ തോതിലുള്ള ഷോർട്ട് പൊസിഷൻസ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യ-US ട്രേഡിൽ വരുമ്പോൾ മാർക്കറ്റ് അപ്പാകുമ്പോൾ ആ ഒരു ഷോർട്ട് പൊസിഷനൊക്കെ വലിയ ലോസിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവർ ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്യാനുണ്ടായത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് നിഫ്റ്റി ഏകദേശം 25,737 ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ്. അപ്പോൾ 25,800 എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവൽ, അത് 50-ഡേ മൂവിങ് ആവറേജ് ആണ്. അവിടെ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് 26,000 ലെവലാണ്. അത് കഴിഞ്ഞിട്ട് 26,300 എന്നുള്ള ലെവലൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ നിഫ്റ്റിക്ക് പോകാൻ കഴിയാത്തതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഗ്ലോബൽ ക്യൂസ് വളരെ മോശമായിരുന്നു. വളരെയധികം മിക്സഡ് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ടെക് സ്റ്റോക്കുകളുണ്ടായിട്ടുള്ള വമ്പിച്ച ഇടിവാണ് ഇന്ന് യഥാർത്ഥത്തിൽ മാർക്കറ്റിനെ മുന്നോട്ട് പോകാനാവാതെ പിടിച്ചു നിർത്തിയത്. കാരണം നാസ്ഡാക്കിൽ ഇന്നലെ 1.43% ക്രാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖല അത് ട്രഡീഷണൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സ്പേസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നുള്ള ഒരു ഭയം മാർക്കറ്റിനെ പിടികൂടിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിക്ലൈനാണ് ഇന്നലെ US മാർക്കറ്റിലുണ്ടായത്. അതുകൂടാതെ ആൽഫബറ്റിൻ്റെയും ആമസോണിൻ്റെയും ഒക്കെ റിസൾട്ട് ഈ വീക്ക് വരികയാണ്. അപ്പോൾ അതിനോടുള്ള ഒരു കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് നമുക്ക് US മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞു. US മാർക്കറ്റിലുണ്ടായ സെൻറ്റിമെൻറ്റ്സിന് ഇന്ത്യൻ IT സ്റ്റോക്കുകളിലാണ് വലിയ തോതിൽ ഇന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. കാരണം ഓൾമോസ്റ്റ് 6% ഇൻട്രാഡേ ഫോളാണ് ഇന്ന് IT ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ളത്. ഇൻഡെക്സ് ലെവൽ 6% താഴ്ത്തു വരിക എന്ന് പറയുന്നത് അപൂർവ സംഭവമാണ്. അപ്പോൾ ഇന്ന് ഈ രീതിയിൽ IT ഇൻഡെക്സ് താഴോട്ടേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും നിഫ്റ്റി അതിൻ്റെ പോസിറ്റീവ് മൊമെൻറ്റം അല്ലെങ്കിൽ അതിൻ്റെ റാലി തുടരുമായിരുന്നു. കാരണം നമുക്കറിയാം ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിലെ സ്റ്റോക്കുകൾ കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത് ഈ ഒരു സെഗ്മെൻറ്റിലാണ്. അപ്പോൾ അവിടെ ഇൻഫോസിസും TCS ഒക്കെ 7% താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിഫ്റ്റിയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ശക്തമായ അണ്ടർലൈങ് ആയിട്ടുള്ള ബൈങ് നമ്മുടെ മാർക്കറ്റിൽ നടന്നതുകൊണ്ടാണ് മാർക്കറ്റ് ഇന്നൊരു ഫ്ലാറ്റ് ക്ലോസിങ്ങിലെങ്കിലും നിന്നത്. ഇന്ന് IT ഇൻഡെക്സിലുള്ള എല്ലാ സ്റ്റോക്കുകളും നെഗറ്റീവായിരുന്നു. വിപ്രോ, ഒറാക്കിൾ ഫൈനാൻഷ്യൽസ്, ടെക് മഹീന്ദ്ര, HCL ടെക്, എംഫസിസ്, പെർസിസ്റ്റന്റ്, LTI മൈൻട്രി, കോഫോജ്, TCS, ഇൻഫോസിസ് ഇതൊക്കെ 4% മുതൽ 7% വരെയുള്ള ക്രാഷാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ IT സ്റ്റോക്കുകളിൽ ഈ വീഴ്ച ഉണ്ടായുള്ള ഒരു കാരണമായിട്ട് കാണുന്നത് ആന്ത്രോപിക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ AI സേഫ്റ്റി ആൻഡ് റിസർച്ച് കമ്പനിയുണ്ട്. ഇത് 2021 ഫോർമർ ആയിട്ടുള്ള OpenAI റിസർച്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത AI സിസ്റ്റംസ് ആണ്. അപ്പോൾ ഈ ആന്ത്രോപിക് ഈ അടുത്ത കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു AI ടൂളാണ് ക്ലൗഡ് കോവർക്ക് എന്ന് പറയുന്ന AI ടൂൾ. ഈ AI ടൂള് മൊത്തത്തിൽ IT മേഖലയിൽ വലിയ തോതിലുള്ള ഞെട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയിലുള്ള IT കമ്പനികളുടെ ആ മോഡലിനെയാണ്. കാരണം അത് ട്രഡീഷണൽ ആയിട്ട് ഒരു ഔട്ട്സോഴ്സിംഗ് ലെവലിൽ പ്രവർത്തിക്കുന്ന സർവീസ് മോഡലാണ്. അപ്പോൾ ഈ ഒരു സർവീസ് മോഡലിനെയാണ് ഈ ഒരു ആന്ത്രോപിക്കിൻ്റെ AI ടൂള് വലിയ സ്ട്രക്ചറലായിട്ടുള്ള ത്രെറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇതിന് മുമ്പുണ്ടായിട്ടുള്ള AI അപ്ഡേറ്റ് പോലെയല്ല ഈ ക്ലൗഡ് കോവർക്കിൻ്റെ അപ്ഡേറ്റ്. കാരണം മുമ്പ് അത് ചാറ്റ് ബോട്ടുകളിലൂടെയായിരുന്നു AI-യുടെ ഡെവലപ്പ് നടന്നതെങ്കിൽ ആന്ത്രോപിക്കിൻ്റെ ടൂൾസ് എന്ന് പറയുന്നത് ആജന്റിക് എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത അവർ ജസ്റ്റ് സോഫ്റ്റ്വെയർ കോഡുകൾ എഴുതുക മാത്രമല്ല അത് അവരെ എക്സിക്യൂട്ട് ചെയ്യുന്ന എൻ്റയർ വർക്ക് ഫ്ലോ വരെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മൗസ് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാനുവലായിട്ട് ഒരു സോഫ്റ്റ്വെയർ
അല്ലെങ്കിൽ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആവശ്യമുണ്ട്. എന്നാൽ ഈ ഒരു AI ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൗസ് മൂവ് ചെയ്യാനും കഴ്സർ മൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹ്യൂമൻ ഇൻ്റർഫിയർ ആവശ്യമുള്ള ഒരു കാര്യവും ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു AI ടൂൾ മോഡലാണ് ഇവർ വികസിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ലീഗൽ, ഫൈനാൻസ്, സെയിൽസ്, ഡാറ്റ അനാലിസിസ് പോലെയുള്ള മേഖലകളിലൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു ടൂൾ വരുമ്പോൾ നമ്മുടെ IT സർവീസ് എന്ന് പറയുന്നത് മാൻ പവർ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. കാരണം ബില്ലബിൾ വർക്കിംഗ് അവേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് US മാർക്കറ്റിൽ നിന്നൊക്കെ IT കമ്പനികൾ അവരുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ആളുകളുടെ തലയെണ്ണിക്കൊണ്ട് ഇത്ര എംപ്ലോയീസ് ഉണ്ട്, ആ എംപ്ലോയീസിൻ്റെ വർക്കിംഗ് അവേഴ്സ് അനുസരിച്ചിട്ടുള്ള ഒരു റവന്യൂ ആണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ഒരു ത്രെട്ട് വരാൻ പോകുന്നത്. ആന്ത്രോപിക് AI ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 10 ജൂനിയർ എഞ്ചിനീയർമാർ ചെയ്യുന്ന പണി അവർക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വലിയ തോതിൽ ലോവർ ലെവലിലുള്ള വർക്ക് ഫോഴ്സിനെ ബാധിക്കാൻ പോവുകയാണ്. വലിയ തോതിലുള്ള ലേ ഓഫ് തീർച്ചയായിട്ടും IT സ്റ്റോക്കുകൾ ഉണ്ടാവും. എന്നാൽ ഇവിടെ ചില അനലിസ്റ്റുകൾ പറയുന്നത്, പ്രത്യേകിച്ച് JP മോർഗനൊക്കെ പറയുന്നത് ഇതൊരു നീ ജെർക്ക് റിയാക്ഷൻ മാത്രമാണെന്നും ഇന്ത്യയിലുള്ള IT ഫേമുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നും ഇത്തരത്തിലുള്ള ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കുകൾ ടെക് മേഖലയിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പനികളും അവരുടേതായ പുതിയ ബിസിനസ് മോഡൽ കണ്ടെത്താനുള്ള കഴിവുള്ള കമ്പനികളാണെന്നും അപ്പോൾ ഷോർട്ട് ടേമിൽ മാത്രമാണ് അവരുടെ റവന്യൂവിനെ ഇതൊരു ബാധിക്കുക എന്നുള്ളതാണ് JP മോർഗനൊക്കെ അഭിപ്രായപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ചൈന ഡെവലപ്പ് ചെയ്ത ഡീപ് സീക്ക് എന്നുള്ള AI മോഡൽ അത് വന്നപ്പോൾ NVIDIA സ്റ്റോക്കിൽ വലിയ ക്രാഷ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ NVIDIA റിക്കവർ ചെയ്തതായിട്ട് കാണാം. ഇതേപോലെ അത്തരത്തിലുള്ളൊരു നീജർക്ക് റിയാക്ഷൻ മാത്രമാണ് ഇതെന്നാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. അപ്പോൾ ഏതായാലും ലോങ് ടേമിൽ നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ AI റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലേക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ അവരുടെ ബിസിനസ് മോഡൽ വരുത്തിയിട്ടില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും അവർ നേരിടാൻ പോകുന്നത്. ഇനി നമ്മൾ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സെമി കണ്ടക്ടർ മേഖലയിലുള്ള ചില അനൗൺസ്മെൻറ്റുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇതുവരെ സെമി കണ്ടക്ടർ അസംബിൾ ചെയ്യുന്ന ഒരു ഹബ്ബ് മാത്രമായിരുന്നു. എന്നാൽ ഇന്ത്യയെ ഡിസൈനിങ്ങും അതുപോലെ സെമി കണ്ടക്ടർ ഓൺ ചെയ്യുന്ന കമ്പനികളെ ഡെവലപ്പ് ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബജറ്റിൽ വലിയ തോതിലുള്ള അലോക്കേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മിഷൻ അഥവാ ISM 2.0 എന്ന ഹെഡിങ്ങിൽ ഒരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ റോഡ് മാപ്പാണ് ഈ ഒരു ഇന്ത്യയെ സെമി കണ്ടക്ടർ ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ISM മിഷൻ്റെ ഫസ്റ്റ് ഫേസ് അവിടെ 76,000 കോടിയുടെ ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ഫേസ് ഫോക്കസ് ചെയ്യുന്നത് എക്യുപ്മെൻറ്റിലും കെമിക്കൽസിലും മെറ്റീരിയൽസിലും അതുപോലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഏകദേശം 50ഓളം കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടുള്ള അവരെ ഡിസൈനിങ് ഡെവലപ്പിംഗ് രംഗത്തേക്ക് സപ്പോർട്ട് ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ 40,000 കോടിയുടെ അലോക്കേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പല സ്റ്റോക്കുകളും ലൈം ലൈറ്റിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിസൈൻ അതുപോലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്ലേയിൽ പ്രധാനപ്പെട്ട ഒരു ബെനിഫിഷ്യറി ആകാൻ പോകുന്ന ഒരു സ്റ്റോക്ക് മോസ് ചിപ്പ് ടെക്നോളജീസ് ആണ്. ഇവരൊരു ചിപ്പ് ഡിസൈൻ കമ്പനിയാണ്. മറ്റൊരു സ്റ്റോക്ക് ASM ടെക്നോളജീസ് ആണ്. ഇവർ സെമി കണ്ടക്ടർ എക്യുപ്മെൻറ്റിൽ സ്പെഷ്യലൈസ്ഡ് എഞ്ചിനീയറിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതുപോലെ ഈ സെമി കണ്ടക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പാക്കേജിംഗ് ആൻഡ് അസംബ്ലി രംഗത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്റ്റോക്ക് SPEL സെമി കണ്ടക്ടർ എന്നൊരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് കെയ്ൻസ് ടെക്നോളജീസ് ആണ്. അപ്പോൾ സെമി കണ്ടക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള OSAT സ്പേസിൽ പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ് കെയ്ൻസ് ടെക്നോളജീസ്. അതുപോലെ പവർ സെമി കണ്ടക്ടർ മേഖലയിൽ അതായത് EVയിലും ഗ്രീൻ എനർജി സെഗ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ആ ഒരു പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ് പ്ലേയിലുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് RIR പവർ ഇലക്ട്രോണിക്സ്. ഇതുപോലെ തന്നെയാണ് ആവലോൺ ടെക്നോളജീസും സയ്യൻറ്റ് DLM എന്ന് പറയുന്ന സ്റ്റോക്കും ഈ ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസ് രംഗത്തുള്ള ഈ കമ്പനികൾ ചിപ്പ് അഡ്ജസൻറ്റ് ഹാർഡ്വെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. അതുപോലെ ഈ മേഖലയിലുള്ള ഏറ്റവും ലീഡിംഗ് പ്ലെയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ജയൻറ്റ് എന്ന് പറയുന്നത് CG പവറാണ്. മുരുകപ്പ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള CG പവർ അവരുടെ ഗുജറാത്തിൽ OSAT പ്ലാന്റ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പല സെമി കണ്ടക്ടർ സ്റ്റോക്കുകളിലും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ലഭിക്കുമെങ്കിലും ഇതിലൊരു റിസ്ക് ഫാക്ടർ നമ്മൾ കാണേണ്ടത് ഇത് വലിയ തോതിൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ്. അതായത് വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരിക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗസ്റ്റേഷൻ പീരീഡ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പീരീഡിൽ ഒരുപക്ഷെ ഈ സ്റ്റോക്കുകളൊക്കെ ലോസൊക്കെ റിപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു റാലി ഒരു സെൻറ്റിമെൻറ്റ്സ് ലെവലിലുള്ള ഒരു റാലിയാണ്. യഥാർത്ഥത്തിൽ ഈ കമ്പനികൾ അതിൻ്റെ പ്രോഫിറ്റും റവന്യൂ ഒക്കെ നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ ചിലപ്പോൾ 2-3 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഈ സ്റ്റോക്കുകളൊക്കെ IPയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ടേം ആയിട്ടുള്ള റിസൾട്ടുകൾ ആ രീതിയിൽ വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം വോളറ്റിലിറ്റി ഈ സ്റ്റോക്കുകളിൽ നമ്മൾ കാണാൻ കഴിയും. അത്തരം വോളറ്റിലിറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിപ്പിൽ ഒരു
അവസരമായി കൊണ്ടുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ മാർക്കറ്റിൽ വീണ്ടും തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഗോൾഡ് സിൽവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഗോൾഡ് 3.3% ഇന്ന് അപ്പായിരുന്നു. അതുപോലെ സിൽവർ ആണെങ്കിൽ 6.1% അപ്പായിരുന്നു. അപ്പോൾ ജനുവരി മാസത്തിൽ നമുക്കറിയാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഉയരങ്ങളാണ് സ്വർണം കീഴടക്കിയത്. ആഗോള വിപണിയിൽ ആദ്യമായിട്ട് ഗോൾഡ് $5000 ഔൺസിന് കടന്ന ഒരു മാസമാണ് കടന്നുപോയത്. അപ്പോൾ കേരളത്തിലും വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടായി. 1.31 ലക്ഷം രൂപ വരെ പവന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ജനുവരി 30 നമുക്കറിയാം US ഫെഡ് റിസർവിൻ്റെ പുതിയ ചെയർമാൻ അദ്ദേഹം റേറ്റ് കട്ടിനെതിരാണെന്നും അതേസമയം ഡോളർ ശക്തിപ്പെടുത്താനുള്ള സ്ട്രാറ്റജികൾ രൂപീകരിക്കുന്ന ആളാണ് എന്നുള്ള ഒരു ധാരണയിൽ വലിയൊരു ക്രാഷ് നമുക്ക് സ്വർണത്തിൽ കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ വീണ്ടും ആ ഒരു ഇടിഞ്ഞ ലെവലിൽ നിന്നും തിരിച്ചു കയറുന്നതായിട്ട് നമുക്ക് കാണാം. പ്രമുഖ ഇന്റർനാഷണൽ ബ്രോക്കറേജ് സ്ഥാപനമായ JP Morgan അവർ ഈ ഗോൾഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രവചനം എന്താണെന്ന് വെച്ചാൽ 2026 അവസാനമാകുമ്പോഴേക്കും ഔൺസിന് 6300 എന്ന ലെവലിലേക്ക് സ്വർണത്തിന്റെ വില ഡോളറിൽ എത്തുമെന്നാണ്. ലോകത്തിലുള്ള സെൻട്രൽ ബാങ്കുകൾ ഡൈവേഴ്സിഫിക്കേഷൻ്റെ അവരുടെ ലക്ഷ്യങ്ങൾ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ലെന്നും കാരണം അവരുടെ റിസർവ് ഡോളറിൽ സൂക്ഷിക്കുന്നതിന് പകരം ഇപ്പോൾ സ്വർണത്തിൽ സൂക്ഷിക്കുക എന്ന ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ചേഞ്ച് പല രാജ്യങ്ങളും സ്വീകരിച്ചതാണ് സ്വർണത്തിൻ്റെ വിലയിലുണ്ടായ വർധനവ് കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വർണത്തിലുള്ള ഡിമാൻഡ് ഒരിക്കലും കുറയുകയില്ല എന്നുള്ളതാണ് പൊതുവെ പറയുക. അപ്പോൾ നമ്മളിപ്പോൾ ഇനി 1 ലക്ഷത്തിൽ താഴെ പവന് സ്വർണത്തിന് നമുക്കിനി ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ ദുഷേ ബാങ്ക് അവർ ഔൺസിന് കൊടുത്തിട്ടുള്ള ടാർഗറ്റ് $6000 അതുപോലെ UBS പോലെയുള്ള ഇന്റർനാഷണൽ ബ്രോക്കറേജുകൾ $6200 പ്രവചിക്കുന്നത്. ഗോൾഡ്മാൻ സാക്സിന്റെ പ്രവചനം 5400 എന്ന ലെവലാണ്. എന്നാൽ HSBC, ബാങ്ക് ഓഫ് അമേരിക്ക, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് തുടങ്ങിയവയൊക്കെ 4800, 5000 ആ ലെവലിലൊക്കെയാണ് ഗോൾഡിൻ്റെ 2026 ലക്ഷ്യമായിട്ട് അവർ പറയുന്നത്. ഇറാൻ US ടെൻഷൻ അത് വീണ്ടും ഇന്നലെ എസ്കലേറ്റ് ചെയ്തതായിട്ട് കാണാം. ഇറാൻ്റെ ഡ്രോണൊക്കെ അമേരിക്ക വെടിവെച്ച് വീഴ്ത്തിയതായിട്ടും അങ്ങനെ ഒരു വാർ എസ്കലേഷൻ നടക്കുന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിൽ ഒരു ന്യൂക്ലിയർ ഡീലിലേക്ക് പോകുന്നതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിൽ ഷോർട്ട് ടേമിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാം. അപ്പോൾ ഇന്നലെ നമുക്ക് കാണാൻ കഴിയും ക്രൂഡ് ഓയിൽ നേരിയ തോതിൽ ഉയർന്നിരുന്നു. അതുപോലെ ഡോളർ ഇൻഡെക്സ് ഡൗൺ ആയിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരം ഘട്ടങ്ങളിൽ ഗോൾഡിൻ്റെ പ്രൈസ് ഉയരുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫ്ലക്ച്വേഷൻ നമുക്ക് ഇനിയും ഗോൾഡിലും സിൽവറിലും പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോങ് ടേം വ്യൂ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഈ ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്യുക, ഓരോ ഡിപ്പിനായിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.